ഹായ് ഫ്രണ്ട്സ്, ഐ എം ശിശിര. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് കുറച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ ഹൗസ് വാമിങ്ങിന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് അൺബോക്സ് ചെയ്യുന്നത്. സോ അതിൻ്റെ പാർട്ട് 2 ആണ് ഇവിടെ നടക്കുന്നത്. ഇന്നത്തോടുകൂടി ഞങ്ങൾ എല്ലാ ഗിഫ്റ്റും പൊട്ടിക്കുന്നതായിരിക്കും. വയ്യ, കുറേ ഉണ്ട്, ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് കാണും മനസ്സിലാവും. പക്ഷെ എന്നാലും ഇന്നത്തോടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. സോ അങ്ങനെ ഞങ്ങളുടെ ഷടപടേന്ന് നമുക്ക് കാര്യം തുടങ്ങാം. അപ്പം ചേച്ചി ആദ്യം പൊട്ടിച്ചോ. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഗ്യാപ്പിൽ വേണമെങ്കിൽ പൊട്ടിക്കാം. എന്നാലും പൊട്ടിച്ചോ, അവിടെ നിന്ന് ഞാൻ മെല്ലെ പൊട്ടിക്കാൻ തുടങ്ങാം. എന്നാലേ ഇവിടെ കഴിയുള്ളൂ, കാരണം അത്രയും ഗിഫ്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ. പിന്നെയും അമ്മയ്ക്ക് വേണ്ട കിച്ചൺ സാധനങ്ങളാണ്. സെയിം ആണല്ലോ. സെയിം ആണ്. എന്തത്? ഇൻസുലേറ്റഡ് ഹോട്ട് പോട്ട്. നമുക്ക് മുമ്പ് ഒരു ഹോട്ട് പോട്ട് നമ്മൾ പാർട്ട് 1 നമുക്ക് കിട്ടിയായിരുന്നു. പക്ഷെ അതുപോലെ എല്ലാം തോന്നുന്നു, വേറൊരു മോഡൽ, ചെറിയൊരു വേറെ വ്യത്യാസമുണ്ട്. ഒരു ഹോട്ട് പോട്ട്. ഓക്കെ, ഇനി ഇത് ഞാൻ പൊട്ടിക്കട്ടെ. ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് വന്നിട്ട് ഇതും എന്തോ ഒരു സാധനമാണ്. ഇഡ്ലി പോട്ട് ആൻഡ് സ്റ്റീമർ. ഓക്കെ, വീട്ടില് ഞങ്ങൾ എപ്പോഴും ഇഡ്ലി വെക്കാറുണ്ട്. ദോശയാണ് എനിക്ക് ഇഷ്ടം, എന്നാൽ പോലും ഇഡ്ലി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് പിന്നെയും കിച്ചണിലേക്ക് വേണ്ട ഇഡ്ലി പോട്ട് ആൻഡ് സ്റ്റീമർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടുത്തത് ആക്ച്വലി മിൽട്ടന്റെ ഒരു തെർമോവെയർ ഇൻസുലേറ്റഡ് കാസറോൾ നമുക്ക് കിട്ടിയോ? ഇല്ല, കാസറോൾ കിട്ടിയില്ല എന്ന് തോന്നുന്നു. അപ്പൊ കാസറോൾ. ഓക്കെ, ഇനി അടുത്ത് ഞാനൊന്ന് പൊട്ടിക്കാം. സംശയം അവിടെ പൊട്ടിച്ചോട്ടോ. ഇത് വന്നിട്ട് ടീ ആൻഡ് കോഫി പോട്ട്. ഓക്കെ ഗൈസ്, നല്ല ഭംഗിയുള്ള ഒരു സാധനം കേട്ടോ. ഇത് കിട്ടിയിട്ടില്ല, ഇത് പുതിയ സാധനം. അപ്പം ചേച്ചി എന്താ കിട്ടിയത്? എനിക്ക് ഒരു ബെഡ്ഷീറ്റ്, ആക്ച്വലി ബെഡ്ഷീറ്റ് പില്ലോ കവർ ആയിട്ട് നമ്മുടെ വെള്ളയും വെച്ചാ കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ വീണ്ടും 2 ബെഡ്ഷീറ്റ് ആണ്. ഇതാ ഒന്ന്, ഇത് ഇനി ഒന്ന് വീണ്ടും. ഇത് ഫുള്ള് ബെഡ്ഷീറ്റുകളാണ്. പമ്മുച്ചേച്ചിക്ക് അവിടെ ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ വീണ്ടും ബെഡ്ഷീറ്റുകൾ തന്നെ ഗൈസ്. ഞങ്ങൾ ബെഡ്ഷീറ്റ് കൊണ്ട് ഇന്ന് അമ്മാനമാടും. തിങ്കളാഴ്ച ഒരു ബെഡ്ഷീറ്റ്, ചൊവ്വാഴ്ച ഒരു ബെഡ്ഷീറ്റ്, ബുധനാഴ്ച വേറൊരു ബെഡ്ഷീറ്റ്. ഇത് 1 2 ഓക്കെ ആൻഡ് 3 ഗൈസ്. ഞങ്ങൾ എല്ലാ ദിവസവും ഓരോ പുതിയ ബെഡ്ഷീറ്റ്. ഓക്കെ, ഇനി കുറച്ച് വ്യത്യസ്തമായിട്ട് ഞങ്ങളൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ ഫ്രെയിം എടുത്തതാണ്. 2 ഫോട്ടോ ഫ്രെയിം ഉണ്ട്. എന്താ നോക്കട്ടെ ഞാൻ. കൃഷ്ണൻ. ഇതും കൃഷ്ണനും രാധയും. ഇതൊരു 3D പോലത്തെ കൃഷ്ണനും രാധയും. നോർമൽ 3D അല്ല, ഇങ്ങനെ 3D കൃഷ്ണൻ രാധയും. ഓക്കെ, ഞാൻ ഇനി പിങ്ക് വിളിക്കാം. ഇതല്ലേ കൊറേ ഇങ്ങനെ പൊളിച്ച് തുടങ്ങിയാൽ മാത്രമേ അത് കഴിയുള്ളൂ. കാരണം അത് പൊളിക്കാൻ തന്നെ കുറെ സമയം എടുക്കുന്നുണ്ട്. പിന്നെയും അമ്മയ്ക്ക് വേണ്ടി കിച്ചണിലേക്കുള്ള ഒരു സാധനം. അതെന്തത്? നോൾട്ടന്റെ 2 ഫ്രൈ പാൻ വളരെ നല്ലൊരു കാര്യമാണ്. തിരിച്ച് ഇങ്ങനെ. അയ്യോ യെസ്, എന്റെ പൊക്കം വയ്യ. ഇത് ലാവപ്പാലിന്റെ ഒരു ഡിന്നർ സെറ്റ്, 21 പീസിന്റെ ഡിന്നർ സെറ്റ്. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്, നല്ല വെയിറ്റ്. ഓക്കെ, നമുക്ക് അടുത്തത് അപ്പോൾ 2 ഒരേ കളറുള്ളതുണ്ട്. ഞാൻ കുറച്ച് ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. കാരണം പൊളിക്കാൻ എളുപ്പത്തിന് വേണ്ടി കുറച്ച് പൊളിച്ച് വെക്കുക. ഐസ്ക്രീം ബൗൾ സെറ്റ്. ഈ സാധനം ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ചെറുതായിട്ട്. പക്ഷെ കുഴപ്പമില്ല, 6 ആണ്. ഇതിപ്പോ വേറെ 6 കിട്ടി ഞങ്ങൾക്ക്. അത് വേറൊരു ടൈപ്പാ, ഇത് വേറൊരു ടൈപ്പാ. ഓക്കെ, ഞാൻ പമ്പിന് ഹെൽപ്പ് ചെയ്യാം. അത് തുറന്നു. ഇത് പൊളിക്കാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫുൾ സെറ്റ് ആട്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ വെക്കാം. നൈസ്, നല്ല ഭംഗിയുണ്ട്. അടുത്ത എന്റെ ഒരു ബെഡ്ഷീറ്റ് ആണ് തോന്നുന്നു. ഈ സാധനം ഇല്ലാത്തതായിരുന്നു. ഇത് ഞാൻ ഇങ്ങനെ വേണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു സാധനം കേട്ടോ. ഇതില്ലാന്നാണ് എന്റെ വിശ്വാസം. എന്റെ ഒരു കെറ്റിൽ കിട്ടി ഗൈസ്. കെറ്റിൽ, ഇലക്ട്രിക് കെറ്റിൽ സ്റ്റീമർ. നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കാണുന്ന സാധനം ഇവിടെ നിന്ന് കിട്ടും. നല്ല പിന്നെയും ബെഡ്ഷീറ്റ് ഞാൻ പറഞ്ഞേ, ബെഡ്ഷീറ്റ് കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് ആറാടും. ഓക്കെ, ഈ പച്ച തുറക്കാം. ഫ്രണ്ട് കണ്ട് പച്ചയുണ്ട്. വീണ്ടും ലാവപ്പാൽ ഡിന്നർ സെറ്റ് ആണ്. ഓ ഗൈസ്, പമ്പു ചേച്ചി ഇത് തുറക്കട്ടെ. ഞാൻ അപ്പോഴേക്ക് ഇത് തുറന്ന് കാണിച്ചു തരാം. വെയിറ്റ്, ഞാൻ കാണിച്ചു തരാം. എന്റെ ലാവപ്പാലിന്റെ 15 പീസ് ഡിന്നർ സെറ്റ്. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയാം. ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനത്തെ സ്റ്റോറേജിന്റെ സ്റ്റീലിന്റെ കണ്ടെയ്നർ 1 2 3 4 5 6 കണ്ടെയ്നേഴ്സ്. ഞാൻ കുറച്ച് പകുതി പൊട്ടിച്ചു ഗൈസ്. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ബെഡ്ഷീറ്റ്, വീണ്ടും ബെഡ്ഷീറ്റ്. ബട്ട്
നല്ലൊരു ബെഡ്ഷീറ്റ്. ഹായ്, നമുക്ക് ആക്ച്വലി ഇതെന്താ അറിയോ, ഫാൻ കിട്ടി ഗൈസ്, ഫാൻ കിട്ടി. ഫാൻ ഇത് തുറക്കാൻ തന്നെ ഞാനൊരു 10 ആളെ വിളിക്കണം സത്യം പറഞ്ഞ. പക്ഷെ എന്നാ പോലും യെസ്, ക്രോംപ്ടന്റെ ഒരു ഫാൻ കിട്ടി. ഇതാ ഫാൻ ഗൈസ്, ബ്രൗൺ ഫാൻ. ബട്ട് ഗൈസ് ഒരു ഡൗട്ട്, നമുക്ക് ഫാൻ ആണെങ്കിൽ ഇങ്ങനെയാണോ ഫാൻ വരിക? നമുക്ക് ലീഫ് വേണ്ടേ? ഫാൻ അല്ലല്ലോ ഇത് സാധനം. നമുക്ക് തുറന്നു നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഓ ഗൈസ്, ഫാൻ അല്ല. ഞാൻ എൻ്റെ വാക്കുകൾ തിരിച്ചെടുക്കുന്നു. ഹായ്, നല്ല ഷോപ്പീസ്. മറ്റേ ഷോപ്പീസ് അല്ല, മറ്റേ ക്യാൻഡിൽ വെക്കില്ലേ ഇവിടെ, നമുക്ക് ഇങ്ങനെ ക്യാൻഡിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വെക്കില്ലേ, അങ്ങനത്തെ സാധനം ഇവിടെയൊക്കെ വെക്കാം. നൈസ്, നല്ലൊരു ഷോപ്പീസ്. ഫാൻ അല്ല ഗൈസ്, തെറ്റിദ്ധരിക്കപ്പെട്ടു. രണ്ടും ഒരേ കളറുള്ളതാ. ഇതൊക്കെ പൊളിക്കാം നമുക്ക്. സെലിബ്രേറ്റ് ശുഭോത്സവ് എന്ന സാധനം. സെലിബ്രേറ്റ് ശുഭോത്സവ്. ഓ ഇതെന്താ അറിയോ, ദിസ് ഈസ് മൊത്തമായി ഇങ്ങനത്തെ പാത്രമില്ലേ, തിരിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ഇങ്ങനത്തെ ഈ സാധനം ഇതാ, എനിക്കൊന്ന് ഇങ്ങനത്തെ 3 പാത്രം തോന്നുന്നു. ഒരു പോട്ട്, ഒരു പാലൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ഒരു ഫ്രൈയിങ് പാൻ, ഇങ്ങനത്തെ 3 പാത്രങ്ങൾ. യെസ്, ഞാൻ തുറക്കുന്നില്ല, അത് ഞാനെന്ന് വിചാരിക്കുന്നു. ഇത് ആക്ച്വലി ഒരു ബിരിയാണി പോട്ട് പോലത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കുക്ക് പോട്ട്, അങ്ങനത്തെ സാധനം. ഇങ്ങനെ നല്ല ഇതിൽ ആളുള്ള സാധനം. അതെ, അതായത് ബിരിയാണി ഒക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ സാധനം. അതെ, ബിരിയാണിയാണ് ഇവിടെ ഫോട്ടോ. ഓക്കെ, ഏകദേശം നമുക്ക് കഴിയാറായി. ഇനി ഞാൻ ഇനി 1, 2, 3, പിന്നെ ഈ ഒരു വലിയ സാധനം ഉണ്ട്. ഈ 2 ചെറിയ സാധനം ചെയ്തിട്ട് നമുക്ക് വലിയ കുറച്ച് ഏകദേശം കണ്ടാൽ മനസ്സിലാവുന്ന കുറച്ച് സാധനം ഉണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതോടെ ഏകദേശം നമ്മുടെ കഴിയും. ഓക്കെ, ഇനി ഈ 3 സാധനം ചെറുതായിട്ടില്ല, ബാക്കിയൊക്കെ വലുതാ. കല്യാൺ സിൽക്സ് ബെഡ്ഷീറ്റ്, ഓഫ് കോഴ്സ് ബെഡ്ഷീറ്റ്. ഞങ്ങൾ ബെഡ്ഷീറ്റ് കൊണ്ട് പറഞ്ഞതുപോലെ പിന്നെയും ഒരു ബെഡ്ഷീറ്റ്. ഇത് ഈ കളർ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനത്തെ നല്ല രസമുണ്ട്, കുഴപ്പമില്ല. എന്റെ സാധനം എന്താണെന്ന് അറിയില്ല. നോക്കട്ടെ. അതിന്റെ ഗ്യാപ്പിൽ ഒന്നും കൂടി ഉണ്ട് ഇവിടെ. ഇത് ഫോട്ടോ ഫ്രെയിം ആണ്. ഞാൻ പകുതി ഫോട്ടോ ചെയ്യുന്നു, നോക്കട്ടെ. ഒരു ചെമ്പരത്തി പോട്ടിലാക്കിയതാന്ന് തോന്നുന്നു. ഇത് വിളക്ക് മീൻസ് വിളക്ക് വെച്ചാ മറ്റേ കുഞ്ഞി വിളക്കില്ലേ നമ്മള് എന്താ പറയാ, ശരിയാ, നമുക്ക് പ്രാർത്ഥിക്കുമ്പോ നമുക്ക് കറക്റ്റ് ഉണ്ടോ, കറക്റ്റ് സാധനം. ഇങ്ങനത്തെ കുഞ്ഞി ഇത് തൂക്കാൻ പറ്റും. തൂക്കുന്നതല്ല, ഇങ്ങനത്തെ അങ്ങനെ വെക്കുന്നത്, പ്ലേസ് ചെയ്യാം. ഇങ്ങനെ ഒരു വിളക്കിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചെറിയ എല്ലാ സാധനങ്ങളും കഴിഞ്ഞു. ഇനി വലിയ സാധനങ്ങളാണ്, അത് നമുക്ക് എടുക്കാം. അങ്ങനെ വലിയ സാധനങ്ങൾ, ഒരു വലിയ സാധനം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഒളിക്കാൻ പമ്പി ചേർന്ന് ഒളിച്ചോ. ഇതെന്താ അറിയ സാധനം? അതെ, എനിക്ക് കിട്ടി. എന്താ സാധനം പറ? പ്രീതി ഗൈസ്, ദിസ് ഈസ് നത്തിങ്, ഒരു മിക്സർ ഗ്രൈൻഡർ. ഹായ്, പക്ഷേ പ്രീതി സോഡിയാക്. അതെ, എനിക്കൊന്നും നമ്മുടെ ബിഗ് ബോസിലെ പ്രീതി സോഡിയാക് കണ്ടില്ലേ? ഇവര് മറ്റേ ചപ്പാത്തി കുഴച്ചതും ജ്യൂസ് ഉണ്ടാക്കിയതുമായ ബ്ലാക്ക് ഇതാ. അതുണ്ടോ, ഇത് കൂടെ മറ്റേ ജ്യൂസ് ഉണ്ടാക്കി പിന്നെ ബിഗ് ബോസ് നമ്മൾ കണ്ടായിരുന്നില്ലേ, ആ സാധനം. ഇതാ 1, 2, 3, 4, നൈസ്. 5 ഉണ്ട്, 5 ചാറുണ്ട്. വെരി ഗുഡ്. ഇനി നമുക്ക് 3 സാധനം കൂടെ ഉള്ളൂ. അതിലൊരു വലിയൊരു സാധനമാണ് ഇത്. ഇത് കണ്ടിട്ട് ഫോട്ടോ ഫ്രെയിം തന്നെ ആവാനാണ്. ഓ ഗൈസ്, ഒരു 1 മിനിറ്റ് ബ്രേക്ക് വേണം ഗൈസ്. അങ്ങനെ ഏകദേശമായി. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ ഇതല്ല കേട്ടോ. അയ്യോ, ഇത് ഫോട്ടോ ഫ്രെയിം അല്ല, ദിസ് ഇസ് മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, മറ്റേ എന്നെങ്കാടി ഹൈറ്റ് ഉണ്ട് ഈ സാധനത്തിന്. ഓ മൈ ഗോഡ്, നൈസ്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഇതിൻ്റെ ഏകദേശം അവസാനത്തിൽ നിങ്ങൾക്ക് ഇവിടെ കുറേ നേരമായി ഒരു പെട്ടി കാണാം. ഞാൻ പെട്ടി കാണിച്ചു തരാം. ഇത് ഒബ്വിയസ് ആയിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ അൺബോക്സ് ചെയ്യാത്തത്. വളരെ വേണ്ടപ്പെട്ടതായ ഒരു സാധനമാണ് എയർ ഫ്രയർ. ഇവിടെ എയർ ഫ്രയർ ഇല്ലായിരുന്നു. അത് നല്ലൊരു സാധനമാണ് എയർ ഫ്രയർ. എനിക്ക് എയർ ഫ്രയർ ഉപയോഗിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. കാരണം എന്തിനായിരുന്നു, വീഡിയോ എടുക്കാൻ ഓരോ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുമ്പോൾ ഞാൻ ആയിരിക്കും എങ്ങനെ ഇത് ഉപയോഗിക്കേണ്ടത്. സോ നല്ലൊരു സാധനമാണ് എയർ ഫ്രയർ. ഇത് പിടിച്ചോ, ഫിലിപ്സിന്റെ എയർ ഫ്രയർ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമുക്കൊരു പെഡസ്ട്രിയൽ ഫാൻ കിട്ടി. ഇവിടെ ഇങ്ങനത്തെ സ്റ്റാൻഡിങ് ഉള്ള ഫാൻ ഇല്ലായിരുന്നു. അപ്പോൾ അതും കിട്ടിയത് നമ്മൾ എവിടെ വേണമെങ്കിൽ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചൂടെടുക്കാറുണ്ട് വെച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കാം. ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ കിട്ടിയ സാധനമാണ് കേട്ടോ ഇത്. ഓൾറെഡി ഞങ്ങളത് വെച്ച് കഴിഞ്ഞു. അതേപോലെ ഇങ്ങനത്തെ
ഇങ്ങനത്തെ ഒരു ഗ്ലാസ് നമുക്ക് ഇങ്ങനെ കുറെ ഇല്ല, ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ നമ്മുടെ എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ അതിൽ ഞങ്ങൾ ഓൾറെഡി ഇതൊക്കെ ഫില്ല് ചെയ്ത് വെച്ചായിരുന്നു. ഇത് മുമ്പ് കിട്ടിയതാ. അതേപോലെയാണ് ഈ പ്ലാന്റും. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്. ഓക്കെ, ഒരു രണ്ട് സാധനം ഉണ്ട് കേട്ടോ. ഇതൊരു വിളക്കാണ്. അതല്ലാണ്ട് നമുക്ക് നല്ലൊരു ഇങ്ങനെ ദൈവത്തിന്റെ ഫോട്ടോ ഇതൊക്കെ ഉള്ള ഒരു 5 തിരിയിടാൻ പറ്റുന്ന ഒരു വിളക്ക്. ഇത് വേറെ അടിപൊളി സാധനം. ഇത് ആക്ച്വലി നമ്മള് ഹൗസ് വാമിങ്ങിന്റെ ദിവസം ഇത് ഫിറ്റ് ചെയ്യാന്ന് വിചാരിച്ചാ, പക്ഷെ അത് പറ്റിയില്ല. അതിന് ഞായറാഴ്ച ഒന്നും ആൾക്കാർ ഞങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ ആളെ കിട്ടിയില്ല. മറ്റേ നമ്മളിങ്ങനെ രണ്ട് സൈഡും ഉള്ള ക്ലോക്ക് ഇല്ലേ, ഇത് ആക്ച്വലി നമുക്കൊരു കോർണർ ഉണ്ട് അവിടെ ശരിക്കും ഫിറ്റ് ചെയ്യാം. ഇത് പിന്നെ ഞങ്ങൾ പിന്നെ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു നീണ്ട ഒരു ഇതിന് ശേഷം വിജയകരമായി ഞങ്ങളുടെ അൺബോക്സിങ് ഇവിടെ അവസാനിച്ചു. ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് ആക്ച്വലി ഇവിടെ സാധനങ്ങളൊക്കെ വളരെ ചുരുക്കമായിരുന്നു. ഇപ്പം ഏകദേശം ഞങ്ങളുടെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് സാധനം. ഇനി ഈ കിട്ടിയ സാധനത്തിനൊക്കെ ഞങ്ങൾ ഇനി സെറ്റ് ചെയ്യണം. അതിന് തന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും, അത് വേറെ കാര്യം. എന്നാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. ഈ ഗിഫ്റ്റ് ഒക്കെ തന്ന എല്ലാവർക്കും, ഈ വീഡിയോയിലൂടെ അല്ലാതെ തന്നവർക്കും വന്നവർക്കും ഇനി വരാൻ പോകുന്ന ആൾക്കാർക്കും വരാം. കുറെ ആൾക്കാർ വിളിച്ച് വരാൻ പറ്റാത്ത ആൾക്കാർ, ഇനി വരാൻ പോകുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഡീറ്റെയിൽ ഹൗസ് ടൂർ ഞാൻ ചെയ്യാം. ഇതൊക്കെ ഇവിടെ അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഇത് കഴിഞ്ഞു. എന്നാലും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹൗസ് ടൂർ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒരു കുഞ്ഞു ഷോർട്സ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹൗസ് ടൂർ എനിക്ക് എടുക്കാനുള്ള ഒരു സമയത്തിന്റെ ഒരു ചെറിയൊരു പ്രശ്നം കാരണമാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹൗസ് ടൂർ ഇതിന് ശേഷം, ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇടുന്നതായിരിക്കും. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ഇറ്റ്സ് മീ ശിശിര. സ്മീറ. ബൈ.